വയനാട് ജില്ലയിലെ ഏറ്റവും പ്രതീക്ഷയുള്ള ഒരു മണ്ഡലങ്ങളിൽ ഒന്നാണ് കൽപ്പറ്റ മണ്ഡലം. കാരണം ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ട്. ആ പ്രതിസന്ധികളൊക്കെ ജനങ്ങൾ ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 10-15 കൊല്ലമായി. ഈ 15 കൊല്ലങ്ങളിലിടയ്ക്ക് മാറി മാറിയാണ് ഇടതുപക്ഷവും വലതുപക്ഷവും ഇവിടെ അധികാരത്തിൽ വന്നത്. പക്ഷേ ഒരു യാത്രാക്ലേശം പരിഹരിക്കുന്നതിന്, യാത്രാക്ലേശം എന്ന് പറഞ്ഞാൽ ചുരത്തിലെ യാത്രാക്ലേശം മാത്രം മതി കൽപ്പറ്റ മണ്ഡലത്തിന്റെ പ്രതിസന്ധി മനസ്സിലാക്കാൻ. എത്രയോ മണിക്കൂറുകളാണ് ആ ചുരത്തിൽ ബ്ലോക്കായി കിടക്കുന്നത്. അവിടെ ഒരു ക്രെയിൻ സംവിധാനം, അതിനൊന്നും ഇത്ര വലിയ ആന തലയൊന്നും മുടക്കണ്ട. ഒരു ക്രെയിൻ അവിടെ കൊണ്ടിട്ടാൽ അവിടെ വരുന്ന വണ്ടികൾ, ബ്ലോക്ക് ആവുന്ന വണ്ടികൾ എടുത്തു മാറ്റാനും ആക്സിഡന്റ് ആവുന്ന വണ്ടികൾ എടുത്തു മാറ്റാനും ഒക്കെ സാധിക്കും. ഒരു മൂത്രപ്പുര, ടെമ്പററി മൂത്രപ്പുര ഈ നാട്ടിൽ മുഴുവൻ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഒരു എന്തെങ്കിലും ഒരു സംവിധാനം അവിടെ ചെയ്യുന്ന വലിയ പ്രശ്നങ്ങളില്ല. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റാത്ത ആളുകൾ 10-15 കൊല്ലമായി ഇത്തരത്തിലുള്ള പ്രതിസന്ധി നേരിടുന്ന ഒരു മേഖലയിൽ ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും ആരും പിന്തുണയ്ക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പും കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ജനങ്ങൾ ഞങ്ങളോടൊപ്പമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കൽപ്പറ്റ നഗരത്തിലടക്കം ഞങ്ങൾക്ക് 2 സീറ്റുകൾ വിജയിക്കാനായത്. ജനങ്ങൾ ഞങ്ങളോടൊപ്പമാണ്. ഇനി അങ്ങോട്ടുള്ള കാലം ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പമാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒരു സംശയവുമില്ല. 100% കൽപ്പറ്റ സീറ്റിൽ വിജയിക്കും.